എനിക്ക് KSU പ്രവർത്തകരോടും ഇപ്പോൾ ആരോഗ്യ വകുപ്പിനെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്ന പ്രതിഷേധത്തോടും ഉള്ള ഏറ്റവും വലിയ വിയോജിപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മന്ത്രി വീണ ജോർജിനെ ഇവർ ലക്ഷ്യമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്നലെയൊന്നും അല്ലല്ലോ, കുറച്ച് നാളായിട്ട് മന്ത്രി വീണ ജോർജിനെ ലക്ഷ്യമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് മന്ത്രി വീണ ജോർജിനെ ലക്ഷ്യം വയ്ക്കുന്നത്? ആരോഗ്യ മേഖലയെ താറടിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് ആരെയാണ് ചൊടിപ്പിക്കുന്നതെന്ന് പ്രേക്ഷകർ തീരുമാനിച്ചാൽ മതി. കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ അവയവ മാറ്റത്തിനുള്ള ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. ഇത് ആരെയാണ് ചൊടിപ്പിക്കുക? അവയവ മാറ്റത്തിനുള്ള ആശുപത്രി വന്നാൽ ആർക്കാണ്, സർക്കാരിന്റെ മേഖലയിൽ ഒരു ആശുപത്രി വന്നാൽ ആർക്കാണ് നഷ്ടമുണ്ടാവുക? സ്വകാര്യ ആരോഗ്യ കുത്തകയ്ക്കാണ് അതിനകത്ത് നഷ്ടമുണ്ടാവുക. അപ്പോൾ സ്വകാര്യ ആശുപത്രിയെ സംബന്ധിച്ച് അവർ കോമ്പീറ്റർ വരാൻ പോകുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത്, തിരുവനന്തപുരത്ത് RCCയുടെ പുതിയ ബിൽഡിംഗ് നാടിന് സമർപ്പിച്ചിരിക്കുന്നു. RCCക്ക് പുതിയ ബിൽഡിംഗ് വന്നാൽ ആരെയാണത് വിരൽ പിടിപ്പിക്കുക? ഓങ്കോളജി ഡോക്ടർമാരെ വലിയ പ്രതിഫലം കൊടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന വിദേശ നിക്ഷേപം ഇപ്പോഴും സ്വകാര്യ ആശുപത്രികളിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സ്വകാര്യ ആശുപത്രി മാഫിയയ്ക്കാണ്. മൂന്നാമത്തത്, കൊച്ചിൻ ക്യാൻസർ സെന്റർ അടുത്തിടെയാണ് നാടിന് സമർപ്പിച്ചത്. ആർക്കാണ് അതിന്റെ ലാഭമുണ്ടാവുക? ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് അതിന്റെ നഷ്ടമുണ്ടാവുക എന്നത് മാത്രം പ്രേക്ഷകർ ആലോചിച്ചാൽ മതി. പ്രേക്ഷകരെ, നിങ്ങൾക്കറിയുമോ, കഴിഞ്ഞ 5 വർഷം കൊണ്ട് 24.78 ലക്ഷം പേർക്ക് സൗജന്യ ചികിത്സ കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ആരോഗ്യവകുപ്പ്. മൊത്തം കണക്കുകൂട്ടിയെടുത്താൽ എത്ര രൂപയുടെ ആരോഗ്യ ചികിത്സയാണ് കൊടുത്തിരിക്കുന്നത് പറയാൻ പറ്റുമോ? 8425 കോടി രൂപ. ഇത് ഈ 8425 കോടി രൂപ കേരളത്തിലെ ആരോഗ്യ മേഖല ശക്തമായതുകൊണ്ട് നമ്മൾ പൊതു ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതാ. ഈ പൈസ യഥാർത്ഥത്തിൽ എവിടെ പോവേണ്ടിയിരുന്നതാ? 4000 കോടിയെങ്കിലും പോകേണ്ടിയിരുന്നത് സ്വകാര്യ ആശുപത്രികളിലേക്കാണ്. അവിടെ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാതെ അതിനെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ്. അപ്പോൾ ആരോഗ്യ മേഖല നന്നായി പ്രവർത്തിച്ചാൽ ആർക്കാ നഷ്ടം? സ്വകാര്യ മേഖലയ്ക്കാണ്, ഒരു സംശയവുമില്ല. അപ്പോ ആരോഗ്യ മേഖലയെ താറടിച്ച് കാണിച്ചൊരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നത് ആഗോള ആരോഗ്യ കുത്തകകൾക്ക് വേണ്ടിയാണെന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? പ്രേക്ഷകരെ, നിങ്ങൾ ഒരു കണക്ക് കൂടി അറിയണം. 1,13,81,065 പേരാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇവിടെ OP ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത്. നോക്കൂ, OP ചികിത്സയ്ക്ക് വേണ്ടി എത്തിയിരിക്കുന്നത്. ഇവരിൽ പകുതി പേര് പോയാൽ എത്ര സ്വകാര്യ ആശുപത്രികളിലെ നിക്ഷേപമാണ് പൂവണിയുക? ഇനി 2,47,000 ശസ്ത്രക്രിയകളാണ് ഈ സർക്കാർ ആശുപത്രികളിൽ നടന്നത്. ഇത് സ്വകാര്യ ആശുപത്രികളിലേക്ക് പോയാൽ ആർക്കാ ലാഭമുണ്ടാവുക? അപ്പോൾ സർക്കാർ ആശുപത്രികളിൽ അവയവമാറ്റ ശസ്ത്രക്രിയ നടന്നാൽ 3000 പേരെ ഡയാലിസിസ് നടത്തി നമ്മളുടെ ആരോഗ്യ മേഖലയിൽ ഒരു പൈസയും കയ്യിൽ വാങ്ങാതെ ഇത്രയും പേരെ പുറത്തെത്തിക്കേണ്ടത് ആരുടെ താല്പര്യമാണ്? ആരുടെ ലാഭമാണ് ഇവർ നോക്കുന്നത്? ഇത്രയും പേരുടെ അവയവമാറ്റ ശസ്ത്രക്രിയകൾ കേരളത്തിൽ നടക്കുമ്പോൾ അത് പുറത്തു നടക്കണമെന്നുള്ള താല്പര്യമാർക്കാണ്? ആരോഗ്യ മേഖലയെല്ലാം തകർന്നു പോയി എന്നൊരു നരേറ്റീവ്, എന്നൊരു ആഖ്യാനം സൃഷ്ടിക്കുന്നത് എന്തിനാണ്?